വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ കണ്ണൂർ ജയിലിലുണ്ടായത്. പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ ജയിൽ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ നമുക്കുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് വിവരം കിട്ടുമ്പോൾ ഒരു ദിവസം 7 മണിക്ക് വിവരം കിട്ടുമ്പോൾ പെട്ടെന്ന് പോലീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് കണ്ണൂർ സിറ്റി പോലീസ് വളരെ സജീവമായി എടുത്തിട്ട് കൂടാതെ മീഡിയയിലെ ആൾക്കാരിനെ പെട്ടെന്ന് ഫ്ലാഷ് ആക്കിയിട്ട് മീഡിയയിലെ ഈ വിവരം ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു 4 മണിക്കൂറിന് അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സാധിക്കണം ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യങ്ങൾ താങ്കൾ പറയുന്നു ഇതിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടോ, പ്ലാനിംഗ് ഉണ്ടോ? അത് DIG പ്രിസൺ, DIG ജയിൽ നോർത്ത് മേഖല അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ വിശദമായി പോയിട്ട് നോക്കിയിട്ട് ആർക്ക് ഭാഗം വീഴ്ച ഉണ്ടെങ്കിൽ നെട്പടി വരും, ആർക്ക് ഭാഗം തെറ്റുണ്ടെങ്കിൽ അതിൽ വരുന്ന നെട്പടിയും നമുക്ക് മുന്നോട്ട് ഇത് എങ്ങനെ തടയണം അതിൽ കൃത്യമായി നമ്മുടെ ഒരു നിർദ്ദേശങ്ങൾ അയക്കാം. അതുവേണ്ടി മാത്രമേ എനിക്ക് ഈ സമയം പറയാനുണ്ട്. ഒരു ഒറ്റ കാര്യം കൂടി സാർ, ഈ ഫെൻസിംഗ്, ഈ മതിലിന്റെ ഫെൻസിംഗ്, വൈദ്യുതി ഫെൻസിംഗ് ആ സമയത്ത് ഓഫായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കാരണം നമുക്ക് ഇത് കോർഡിനേഷനിൽ പിടിക്കുക, അതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാം. അതുവേണ്ടി DIG എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നോക്കുന്നുണ്ട്. കാരണം ഏകദേശം ഒരു വർക്കിംഗ് ആണോ ഇല്ല അതും നോക്കണം. ഏത് ഏരിയയിലെ വർക്കിംഗ് ആണോ, ആ സമയം കറന്റ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമുക്ക് നോക്കാം. കാരണം നമ്മുടെ ഇത് ആൾക്കാർ സെർച്ചിങ്ങും അതിൽ മൊത്തം കോൺസെൻട്രേറ്റ് ആയിരുന്നു ഇപ്പൊ വരെ. ഓക്കെ, അപ്പൊ ഈ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഇനി അങ്ങോട്ട് അന്വേഷിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, കാരണം ഇപ്പോൾ 4 മണിക്കൂറിൽ നമ്മുടെ ആളിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കി പോലീസ് നോക്കും. പിന്നെ ജയിലിലെ കാര്യങ്ങൾ ജയിൽ DIG വളരെ വിശദമായി പഠിച്ചു ചെയ്തിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് അതിലടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.